എന്നാലും എന്റെ ജോമിക്ക് ഗതി വന്നല്ലോ ദൈവം. ഈ പാവത്തിന് നീ തന്നെ കാക്കണേ. എടാ ലാസറേ, ഓ ഒന്ന് എന്റെ ഫ്രണ്ടിൽ കറക്റ്റ് ആയിട്ട് നിന്നാണ്. ഇന്നോ എടാ, ഞാൻ നിന്നെ നേരത്തെ തല്ലിയില്ലേടാ. കുറ്റബോധമായിരിക്കും അല്ലേ? എനിക്ക് മനസ്സിലാവും. ജോമി, നിനക്ക് എങ്ങനെയാണ് എന്റെ അടുത്ത് മാപ്പ് പറയേണ്ടത്? കാലിൽ വീണോ അതോ കൈ പിടിച്ച് മാപ്പ് പറയണോ അതോ നിനക്കൊന്ന് പൊട്ടിക്കരയണോ? ഞാൻ റെഡി. എനിക്ക് അങ്ങനെ ഒന്നും അല്ലടാ മാപ്പ് പറയണ്ടേ. പിന്നെ എങ്ങനെയാ? ഇങ്ങോട്ട് നിന്നോ. കണ്ണടച്ചേ. കണ്ണടച്ച്. എനിക്ക് ഇങ്ങനെയാണ് മാപ്പ് പറയണ്ടേ. എന്താ ജോമി ഇത്? ഇപ്പോഴാ ശരിക്കും കിട്ടിയോ? ഇപ്പൊ റൈറ്റായി അല്ലേ? നീ എന്നെ എന്തിനായി തല്ലണേന്ന് കൂടി ഒന്ന് പറയാമോ? നീ കൂടുതലൊന്നും തലപോലെ ആലോചിക്കണ്ട. എനിക്കിനി നിന്നെ ഇങ്ങനെ തല്ലാൻ പറ്റിയില്ലെങ്കിലോ അതുകൊണ്ടാണ്. പിന്നെ നീ നേരത്തെ എന്നെ കുറെ മുതലെടുത്തില്ലേ, അതിന്റെ കൂടെ ആണെന്ന് വെച്ചോ. അതിന്റെ കൂടെയുള്ള പ്രോത്സാഹന സമ്മാനം തുറന്നോട്. ഇപ്പൊ ഓക്കെ. നീ എന്നെ എന്തിനാ തല്ലിയെന്ന് വെച്ച് ഞാൻ ആകെ ടെൻഷനായിരുന്നു. കീപ് ഇറ്റ് പോ വിചാരണ കൊടുക്കിലേക്ക്. ഓക്കെ. നിങ്ങൾ ഏതായാലും എന്നോട് ഇവിടേക്ക് വരാൻ പറഞ്ഞ നന്നായി. അതുകൊണ്ടാണല്ലോ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അത് ശരിയാ. പെങ്ങൾ ഇവിടെ വന്നാൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ ഇത്രയും വലിയൊരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്റെ കരിയർ ഹിസ്റ്ററി അങ്ങനെ ആണല്ലോ. ഞാൻ എവിടെ ചെന്നാലും എന്റെ കഴിവ് തെളിയിക്കാതെ അടങ്ങത്തില്ല. ഇനിയും മുന്നോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും. ഇനി മുന്നോട്ട് ഇങ്ങനെ തന്നെ വേണമെന്നും ഒരു നിർബന്ധമില്ല പെങ്ങളെ. അതെന്താ അങ്ങനെ പറയുന്നത്? ഒന്നുമില്ല. അതൊക്കെ പോട്ടെ, എനിക്ക് വേറെ ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ചോദിച്ചു. അല്ല, എന്താ മേരിയുടെ ഫ്യൂച്ചർ പ്ലാൻ? ഫ്യൂച്ചർ പ്ലാൻ എന്താന്ന് വെച്ചാ ഇവിടെ കുറെ കൂടെ ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. ഇപ്പൊ അതിന് പറ്റിയ സമയം കൂടെ ആണല്ലോ. പിന്നെ ജോമി എന്തൊക്കെയോ നമ്പറൊക്കെ ഇറക്കി എന്തൊക്കെയോ കാര്യങ്ങൾ എൻ്റെ അടുത്തൊന്ന് മറച്ചു വെക്കുന്നുണ്ട്. അവന്മാർക്ക് എന്നെ അറിയില്ല. അവനൊക്കെ മനസ്സിൽ കാണുന്നതേ ഞാൻ മാനത്ത് കാണും. അവന്മാര് മനസ്സിൽ കാണുമ്പം മേരി മാനത്ത് കാണുമെന്നൊക്കെ പറഞ്ഞതൊക്കെ ശരിയാ. എപ്പോഴും മാനത്ത് നോക്കിയിരുന്ന താഴെ നടക്കുന്ന കാര്യങ്ങളൊന്നും കാണാതെ പോകരുത് കേട്ടോ. അതെ അതെ, അവസാനം മാനം പോകുന്നത് മിക്സായിരിക്കും. ഇതെന്തോ അവിടെ ഇവിടെയും തൊടാത്ത രീതിയിൽ സംസാരിക്കുന്നത്. എന്തെങ്കിലും ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞാലല്ലേ മനുഷ്യന് മനസ്സിലാവുള്ളൂ. എന്റെ പെങ്ങളെ, പറയാനുള്ള കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട പോലെ പറയേണ്ട രീതിയിൽ പറയാൻ ഞങ്ങൾക്കറിയാം. ഇതൊക്കെ ഇപ്പൊ തന്നെ പറയണമെന്ന് വാശി പിടിക്കരുത്. ഞാൻ നിങ്ങളെ ഇന്നും ഇന്നലെയൊന്നും കാണാൻ തുടങ്ങിയല്ലോ. നിങ്ങൾ എപ്പോഴൊക്കെ എന്നെ ഇതുപോലെ ആക്കി സംസാരിച്ചിട്ടുണ്ടോ അതിന്റെ പിന്നിൽ ഞെട്ടിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം വരാറുണ്ട്. ഇപ്പൊ നടക്കാൻ പോകുന്ന ഞെട്ടിക്കുന്ന സംഭവം എന്താണെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്താ സംഭവം? പറയട്ടെ? പറയണം. പറഞ്ഞേക്കാം. മേഡം അകത്തേക്ക് വന്നോട്ടെ. നിന്നെ ആരോടാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പറഞ്ഞു? അതെന്താ മേരി അവനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എത്ര നാളായടാ മോനെ കണ്ടിട്ട്. അതെ, നീ ആളങ്ങ് ക്ഷീണിച്ചു പോയടാ. അതിലൂടെ ജോലിയും കാര്യങ്ങളൊക്കെ. ഒന്ന് മോനെ നോക്കാൻ ഇവിടെ തന്തയ്ക്ക് വേണ്ട തന്നേക്ക് വേലക്കാരൻ നോക്കിയത്. നീ വല്ലതും പറഞ്ഞോടാ? പപ്പ ലാസർ ക്ഷീണിച്ചു പോയില്ലേ? അതാണ് ഞാൻ പറഞ്ഞിട്ടിരുന്നത്. ഭയങ്കര ക്ഷീണിച്ചടാ നീ. അത് തന്നെയാണ് ഞാനും പറയുന്നത്. എടാ മോനെ, നമുക്ക് നമ്മുടെ നാട്ടിലോട്ട് പോകാം. അവിടുത്തെ കൃഷിയും കച്ചവടവും ഒക്കെ നോക്കി നടത്തി നമുക്ക് ഉള്ളതും കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കാം. അല്ല മുതലാളിമാരെ, ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനില്ലേ? എടാ, നീ കൂടുതൽ അഭ്യാസം ഒന്നും ഇവിടെ ഇറക്കണ്ട. ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് നീ ഞങ്ങളുടെ കൂടെ വന്നാൽ മതി. അതാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാൻ ഉണ്ട്. കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഒരാള് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? എന്തോ ഇപ്പൊ എനിക്കൊരു കുഴപ്പം. ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടില്ലേ നോക്കുന്നത്? ഇത്ര നാൾ കാര്യങ്ങളൊക്കെ നടത്തിയുള്ളവരോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ, ഇഷ്ടംപോലെ ചോദിച്ചോളൂ. ഐ ഹാവ് ഓൾ ദ ആൻസേഴ്സ്. ആസ്ക് മീ. എടാ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് നിന്റെ കൂടെ ഒരുത്തനുണ്ടായിരുന്നില്ലേ? എന്റെ മകൻ. അവനിപ്പോ എവിടെയാടാ? ഇവിടെ വന്നിട്ട് അവനെ കണ്ടില്ലല്ലോ. അതെ, നീ അവനെ നോക്കി കണ്ണൂരിട്ടണ്ട. അവൻ ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. അയ്യോ പപ്പ, അതിന് പറയാനൊന്നും ഇല്ല. ടോമി ഒരു ആവശ്യമായിട്ട് പുറത്തു പോയി. ആ ആവശ്യം കഴിയുമ്പോ അവൻ തിരിച്ചു വരും. അപ്പൊ ഇവിടുത്തെ ഈ ഓഫീസിൽ പണിയുടെ പെണ്ണിന്റെ കൂടെ ഞാൻ പോയെന്നാണോ ഞാൻ അറിഞ്ഞത്? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? എന്തോ സംഭവം? പെങ്ങളെ,
അവന്മാര് മനസ്സിൽ കാണുമ്പോൾ മാനത്ത് കണ്ടോണ്ടിരുന്ന പെങ്ങള് ഇതൊന്നും അറിഞ്ഞില്ലല്ലേ? അവസാനം ഇതൊക്കെ അറിയാൻ ഞങ്ങൾ കുഗ്രാമത്തിൽ നിന്ന് വരേണ്ടി വന്നല്ലോ. അത് പപ്പ നമ്മളത് എങ്ങനെ പപ്പമാരെടുത്ത് പറയുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പപ്പ ടോമി ഒന്നും ചെയ്യരുത്, അവനെ ഗുണ്ടകളെ വിട്ട് തല്ലരുത്, അവനെ ദുരഭിമാനം കൊല ചെയ്യരുത്, പ്ലീസ് നീ എന്നാടേ പറയണത്? ഞാൻ എന്ത് ചെയ്യാനാണ് അവനെ? എടാ മോനെ, ഇന്ത്യയൊക്കെ അപ്പന്മാരാകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ അത്ര കച്ചവടക്കാരായിരുന്നു, മനസ്സിലായോ? അതുള്ളത് കൊണ്ടാണ് അവനൊക്കെ ഇവിടെ ലക്ഷങ്ങൾ ചെലവാക്കുന്നത്. എന്റെയും ടോമിയുടെയും കല്യാണത്തിന് ഞങ്ങൾ ഇറങ്ങിയിരുന്നെങ്കിൽ എത്ര ലക്ഷം രൂപ ചെലവാകുമെന്നും ഒരു പിടി ഉണ്ടാകില്ലായിരുന്നു. നിനക്കൊക്കെ ആരെങ്കിലും പെണ്ണ് തരുവോടാ? കുടുംബത്തിൽ പിറന്ന പെണ്ണിനൊന്നും നിനക്ക് ആരും തരില്ല. നിനക്കൊക്കെ പെണ്ണ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളിവിടെ ലക്ഷങ്ങൾ ഇറക്കേണ്ടി വരും, മനസ്സിലായോടാ? എനിക്ക് കിട്ടും. എടാ, ഇതിപ്പോ ഒരുത്തൻ ഒരു പെങ്കൊച്ചിനെ കണ്ടുപിടിച്ച് അവളുടെ കൂടെ അങ്ങ് പോയി. ഇനിയിപ്പോ നീ ഒരു പെങ്കൊച്ചിനെ കണ്ടുപിടിച്ച് അവളോടെ ഒക്കെ പോയാൽ ഞങ്ങൾക്ക് ഇരട്ടി ലാഭം. അല്ല, നിങ്ങൾ ഇപ്പൊ ഇതൊക്കെ അറിഞ്ഞെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വന്നത് എന്തിന്? മോനെ ജോമി, നീയൊക്കെ ഇവിടെ കച്ചവടം നടത്തുന്നതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു വിധ ലാഭവും ഇല്ല. ഇതിലും ഭേദം നീയൊക്കെ വീട്ടിൽ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ലാഭം. ടോമിയോടും ആ പെങ്കൊച്ചിനോടും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ വന്ന് നിന്നോളാൻ. നിങ്ങൾക്കും വരാം. 3 നേരം ഭക്ഷണം സുഖമായിട്ട് അങ്ങോട്ട് തരും. അതങ്ങോട്ട് കഴിക്കുക. തിന്ന് കൊഴുപ്പ് കൂടുമ്പം പറമ്പിലിറങ്ങി കുറച്ച് കിളയ്ക്കണം. അതിന് മാന്യമായൊരു കൂലിയെ നിങ്ങൾക്ക് തരികയും എന്താ പോലെ. ഇനി ഇതെനിക്ക് കേൾക്കാൻ സൗകര്യമില്ല. കുറെ കാലമായി ഞാൻ സഹിക്കണം. തിന്നുന്നതിന്റെ കണക്ക് ഇവിടെ ഒന്ന് പറയേണ്ട കാര്യം എന്താണ്? അല്ല, 3 നേരം ഭക്ഷണം തരുമെങ്കിൽ പിന്നെ ഞാൻ തട്ടേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അവനെ നിങ്ങൾ വീട്ടിൽ കയറ്റുമല്ലേ? അപ്പൊ പിന്നെ എനിക്കൊരു പ്രശ്നമല്ലോ പപ്പ. പപ്പ പറഞ്ഞ പോലെ ഞാൻ വീട്ടിൽ വരാം. അപ്പൊ അല്ലെങ്കിൽ തന്നെ പപ്പ, ഇതിപ്പോ അങ്ങനെ വലിയ ലാഭത്തിലൊന്നുമല്ല. ഈ ബിസിനസ് നടത്തി എനിക്ക് സ്ട്രെസ്സും ഉണ്ട്. ഞാൻ വീട്ടിൽ വരാം. അപ്പൊ പറഞ്ഞല്ലേ ചെയ്യാം. മിടുക്കൻ, അവന് ബുദ്ധി. ഒരു കാര്യം, അമ്മായി ഇപ്പൊ ഇറങ്ങിക്കോണേ അവിടുന്ന്. കഴിഞ്ഞ് നിങ്ങൾ അവിടെ വരണം. എന്തായിരുന്നു ഇവിടെ മെതിച്ച് നടക്കുകയല്ലായിരുന്ന? പൂട്ടി ഷട്ടറാണ് ഞാൻ, ഷട്ടർ. പിന്നെ പപ്പ, ഈ കമ്പനി പൂട്ടുന്നതിനും ഞാൻ നാട്ടിൽ വരുന്നതിന്റെ സന്തോഷത്തിന്റെ പ്രകാരം പപ്പമാരുടെ ചെലവിൽ നമുക്കൊരു ബിരിയാണി കഴിച്ചാൽ. അമ്മായി വന്നു, പപ്പമാരുടെ ചെലവിൽ ബിരിയാണി കഴിക്കാം. ഈ സീസൺ കഴിഞ്ഞു, അടുത്ത സീസണിൽ എവിടെയെങ്കിലും വെച്ച് കാണാം. വരും, നമുക്ക് ബിരിയാണി കഴിക്കാം.